செம்மையாக உனக்கு ரொம்ப பிடிக்கும். ഡബിംഗ് സ്റ്റുഡിയോ അല്ലെങ്കിൽ ഒരു റെക്കോർഡിംഗ് സ്റ്റുഡിയോയെ കുറിച്ച്. ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് സൗണ്ടിങ് എന്ന് പറയുന്നത് ഒരു പ്രധാന ഘടകമാണ്. ഞാൻ പ്രത്യേകിച്ച് ആ ഒരു ഫീൽഡിൽ ജോലി ചെയ്യുന്ന ആളായതുകൊണ്ട് അപ്പോൾ ഒരു സ്റ്റുഡിയോ എന്ന് പറയുമ്പം എങ്ങനെയാണ് നമ്മൾ സെറ്റ് ചെയ്യേണ്ടത്, പുറത്തുനിന്നുള്ള ഒരു നോയ്സോ അല്ലെങ്കിൽ ഒരു മഴ പെയ്യുമ്പോഴുള്ള ശബ്ദമോ അല്ലെങ്കിൽ ഒരു പട്ടി കുരയ്ക്കുന്ന ശബ്ദമോ ഇങ്ങനെയുള്ള ഒരു കാക്ക കരയുന്ന ശബ്ദം, ഇങ്ങനെയുള്ള ഒരു നോയ്സും അല്ലെങ്കിൽ പുറത്തുനിന്ന് മറ്റ് ബഹളങ്ങളോ ഒന്നും സ്റ്റുഡിയോയ്ക്കകത്ത് വരാൻ പാടില്ല. അപ്പം നമ്മൾ സ്റ്റുഡിയോ എന്ന് പറയുമ്പം കാഴ്ചയിലുള്ള ഭംഗി മാത്രമല്ല, എപ്പോഴും നോയ്സ് അറസ്റ്റ് ചെയ്യുന്നത് ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ഒരു പ്രധാന സംഭവമാണ്. കാരണം പുറത്തുള്ള ഒരു ശബ്ദങ്ങളും അകത്തേക്ക് വരാൻ പാടില്ല. ഇപ്പോൾ സൗണ്ടിങ് എന്ന് പറയുന്നത് അത് ചെയ്യുന്നതിന് ചില ചിട്ടാവട്ടങ്ങളുണ്ട്. ചുമ്മാ എന്തെങ്കിലും ഒരു തെർമോക്കോളോ അല്ലെങ്കിൽ കുറച്ച് തുണിയിട്ട് അങ്ങനെ ചെയ്യുന്നതല്ല സ്റ്റുഡിയോ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഫീൽഡിൽ കുറേ വർഷങ്ങളായിട്ട് ഞാൻ ഉള്ളതുകൊണ്ട് എനിക്ക് അതിനെക്കുറിച്ച് കുറച്ച് അറിവുള്ളത് കൊണ്ട് നമ്മൾ ചെയ്യുമ്പം വളരെ കൃത്യമായ രീതിയിൽ വേണം സ്റ്റുഡിയോ ചെയ്യാൻ. പിന്നെ സ്റ്റുഡിയോയുടെ ഇതെന്ന് പറയുന്നത് വലിയ വലിപ്പത്തിലൊന്നുമല്ല കാര്യം, നമ്മളുടെ പാക്കിങ്. അതിനെക്കുറിച്ച് ഞാൻ നിങ്ങൾക്കിപ്പോൾ കാണിച്ചു തരാം. അത് പാക്ക് ചെയ്ത് എങ്ങനെ വോയിസ് നമ്മൾ അറസ്റ്റ് ചെയ്യുന്നു, എക്കോ അല്ലെങ്കിൽ ഡിലേ, ഇതൊന്നും സ്റ്റുഡിയോയ്ക്കുള്ളിൽ നമ്മൾക്ക് വരാൻ പാടില്ല. അത് നമ്മൾ സൗണ്ടിങ് ചെക്ക് ചെയ്യണം. ചെക്ക് ചെയ്തതിന് ശേഷം വേണം, അത് പാക്ക് ചെയ്തതിന് ശേഷം നമ്മൾ ചെക്ക് ചെയ്യും. കൈ ഇങ്ങനെ അടിച്ചു കഴിഞ്ഞാൽ തിരിച്ചത് റിട്ടേൺസ് വരും. അങ്ങനെ ഒരു റിട്ടേൺസ് ഇല്ലാത്ത രീതിയിൽ വേണം നമ്മൾ സ്റ്റുഡിയോ ചെയ്തെടുക്കാൻ. ഇത് ചെയ്യുന്നതിന് കുറച്ച് നിബന്ധനകളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. ചുമ്മാതെ നമ്മളൊരു സ്റ്റുഡിയോ അങ്ങനെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കില്ല. അപ്പോൾ അതിനെക്കുറിച്ചുള്ളൊരു വീഡിയോ ആണ് ഞാൻ ഇന്ന് നിങ്ങളെ അറിയിക്കാൻ പോകുന്നത്. ഇപ്പോൾ പ്രധാനമായിട്ട് നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇത് കണ്ടില്ലേ, ഇത് ഈ നമ്മൾ ചുവരിൽ നമ്മൾ പെയിൻ്റ് അടിച്ചതിന് ശേഷം ചില സ്ഥലങ്ങളിൽ ചില ചെതൽ കൊണ്ടുള്ള ശല്യങ്ങളോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും അതിലൊരു പ്രത്യേകിച്ചൊരു പ്രൈമർ അടിക്കുക. അത് ഉണങ്ങിയതിന് ശേഷം ഇത് കണ്ടില്ലേ, ഈ മെറ്റീരിയൽ നമ്മൾ ചുവരിൽ ഒട്ടിക്കണം. ഇത് സാധാരണ എല്ലാവരും ചെയ്യാറില്ല. അതുകൊണ്ട് ഇത് ഒട്ടിക്കുന്നത് വളരെ നന്നായിരിക്കും. ഇത് ഒട്ടിച്ച് കഴിയുമ്പോഴത്തേക്കും നമുക്ക് ചുവരിൽ നിന്നുള്ള നനവോ മറ്റു കാര്യങ്ങളോ ഒന്നും നമുക്കൊരു തടി കൊണ്ടുള്ള ഇതാണെങ്കിൽ ചെതലെടുക്കാതിരിക്കാൻ ഒക്കെ ഇത് വളരെ ഉപകാരപ്രദമായിരിക്കും. പിന്നെ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇതിനടിയിൽ ഇത് ആക്ച്വലി ഞാൻ ചെയ്തേക്കുന്ന ഇതുണ്ടോ, ഇതിനടിയിൽ കാണുന്ന ഇത് അലുമിനിയം കൊണ്ടാണ് ഞാൻ ചെയ്തേക്കുന്നത്. ഈ സാധനം അലുമിനിയമാണ്. ഈ അലുമിനിയത്തിലാണ് ഞാനിപ്പോൾ ഫ്രെയിം ചെയ്തേക്കുന്നത്. ഈ സ്റ്റുഡിയോ ഫുള്ള് ഫ്രെയിം ചെയ്തേക്കുന്ന അലുമിനിയത്തിലാണ്. അപ്പോൾ ഈ അലുമിനിയം കൊണ്ടാകുമ്പോൾ ചെതലിൻ്റെ ശല്യം നമുക്ക് ഒരിക്കലും ഉണ്ടാവില്ല, ചെതലിൻ്റെ ശല്യം നമുക്ക് വരുന്നില്ല. അപ്പം ഈ അലുമിനിയം ഫ്രെയിം നമ്മൾ ചെയ്തതിന് ശേഷം ഈ അലുമിനിയം ഫ്രെയിമിലാണ് നമ്മളിത് ഈ മരത്തിൻ്റെ പീസ് ഇങ്ങനെ നമ്മൾ ഇതിൽ ആഡ് ചെയ്യുന്നത്. ഇത് സ്ക്രൂ ഇറങ്ങാൻ വേണ്ടി നമ്മൾ ചെയ്യുന്നതാണ്. പിന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇതിൻ്റെ മുകളിൽ പിന്നീട് നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ റോക്കോൾ എന്ന് പറയുന്ന സാധനം നമ്മളിതിൽ ആഡ് ചെയ്യുന്നു. ഇത് വെച്ചതിന് ശേഷം ഇതിൻ്റെ മേലെ നമ്മൾ റോക്കോൾ ആഡ് ചെയ്യുന്നു. ആ റോക്കോൾ നിങ്ങളെ ഞാൻ കാണിച്ചുതരാം. ഈ റോക്കോൾ എന്ന് പറയുന്ന സാധനം നമ്മൾ സൗണ്ട് അറസ്റ്റ് ചെയ്യാൻ വേണ്ടിയുള്ള ഒരു സൗണ്ട് എന്ന് പറഞ്ഞാൽ നോയ്സ്, പുറത്തുനിന്നുള്ള നോയ്സിനെ അറസ്റ്റ് ചെയ്യാനുള്ള ഒരു പഞ്ഞ് പോലുള്ളൊരു സാധനമാണ്. അത് നമ്മൾ ഉപയോഗിക്കുന്നത്, അത് നമ്മൾ ഫിറ്റ് ചെയ്യുമ്പോൾ അത് ബിസ്ക്കറ്റ് പോലെ ഇങ്ങനെ ഇരിക്കും. അതൊരു 3 അടി നീളവും ഒരു 4 അടി നീളവും 3 അടി വീതി ഉണ്ടാവും അതിന്. അത് നമ്മൾ അറസ്റ്റ് ചെയ്യുന്നതിൻ്റെ കാരണം, അത് നമ്മൾ വെച്ചതിന് ശേഷം ഇത് കണ്ടോ, അത് വെച്ചതിന് ശേഷം നമ്മൾ ഈ കാർഡ്ബോർഡ് അല്ലെങ്കിൽ ഈ കനം കുറഞ്ഞ് ഈ സാധനം നമ്മൾ അതിലേക്ക് ആഡ് ചെയ്യുന്നു. ഇത് നമ്മൾ അടിച്ചതിന് ശേഷം ഈ കാർഡ്ബോർഡ് നമ്മൾ അത് അടിച്ചതിന് ശേഷം, അതായത് ഈ കാർഡ്ബോർഡ് ഉണ്ടല്ലോ, ഇത് നമ്മൾ ഈ ഗ്ലാസ് വൂളിൻ്റെ മുകളിലായിട്ട് ഈ സാധനം പ്രസ് ചെയ്ത് നമ്മൾ ടൈറ്റ് ചെയ്യുന്നു. ഇതേപോലെ സ്ക്രൂ വെച്ചിട്ട് ടൈറ്റ് ചെയ്യുന്നു. അതിനുശേഷം നമ്മളിതിൽ സ്പോഞ്ച് നമ്മൾ കൃത്യമായിട്ട് മുറിച്ച് നല്ല അളവിൽ സ്പോഞ്ച് നമ്മൾ ഒട്ടിക്കുന്നു. ഈ സ്പോഞ്ച് ഒട്ടിച്ചതിന് ശേഷം അതിൻ്റെ മേലെയാണ് നമ്മൾ ഈ തുണി കൊണ്ട് പാക്ക് ചെയ്യുന്നത്. കണ്ടോ, ഇങ്ങനെ നമ്മൾ ഈ തുണി കൊണ്ട് പാക്ക് ചെയ്യുകയാണ്. ഇത് ചെയ്യുന്നതിന് പക്ഷേ നമ്മൾ ഇവിടെ ഒരു ബീഡിങ് നമ്മൾ വെക്കുന്നുണ്ട്. ഈ ബീഡിങ് വളരെ ആ ബീഡിങ്ങിലാണ് നമ്മൾ ഈ തുണി ഇത് ചെയ്യുന്നത്. ഇത് കണ്ടോ, ഇത് നമ്മൾ വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ളൊരു സംഭവമാണ്. കാരണം ഇതിപ്പോൾ നിങ്ങൾക്ക് കണ്ടറിയാം, ഇതൊരു ചുളുക്കോ ഒരു കാര്യങ്ങളോ ഒന്നുമില്ല, വളരെ ഡീസൻ്റ് ആയിട്ടാണ് ചെയ്തേക്കുന്നത്. അതെന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ,
അതിന് നമ്മൾ ഉപയോഗിക്കുന്ന ഇതുണ്ടോ, ഈ പിസ്സ കട്ടറാണ് ഈ സാധനം. ഈ പിസ്സ കട്ടർ വെച്ചിട്ടാണ് നമ്മൾ ഈ ബീഡിങ് ഇതിനകത്തേക്ക് ഈ തുണി നമ്മൾ ഈ ബീഡിങ്ങിൽ ടൈറ്റ് ചെയ്യിക്കുന്നത്. ഇതിപ്പം ലൈറ്റിൻ്റെ ഇതാണ് കേട്ടോ. ഇതുണ്ട്, ഇപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇതിൻ്റെ ഫിനിഷിംഗ് ഉണ്ടോ. പിന്നെ ഒരു സ്റ്റുഡിയോ എന്ന് പറയുമ്പോൾ ഒരാൾ കയറി വരുമ്പോഴത്തേക്കും, ഒരു ആർട്ടിസ്റ്റ് എന്ന് പറയുമ്പോൾ ഒരാൾ കയറി വരുമ്പോൾ നമുക്ക് മനസ്സിലാകേണ്ടത് മെയിൻ കാരണം ആ കയറി വരുന്ന ആർട്ടിസ്റ്റ് ഉള്ളിലേക്ക് വരുമ്പോൾ അയാൾക്കൊരു ഒരു നെഗറ്റീവ് ഫീൽ ഒരിക്കലും തോന്നാൻ പാടില്ല. കാരണം അയാളൊരു ആർട്ടിസ്റ്റ് അല്ല, ഒരു ഡബിങ് ആർട്ടിസ്റ്റ് അല്ല, ഒരു സിംഗർ എന്ന് പറയുന്ന ആൾ സ്റ്റുഡിയോയ്ക്കകത്തേക്ക് വരുമ്പോഴത്തേക്ക് ഒരു നെഗറ്റീവ് ഫീൽ വരാൻ പാടില്ല. എപ്പോഴും ഒരു പ്ലസൻറ്റ്, ഒരു മൈൻഡ് റിലാക്സേഷൻ അകത്ത് കയറുമ്പോൾ നമുക്ക് തീർച്ചയായിട്ടും ഉണ്ടാവണം. അപ്പോൾ അങ്ങനെ നമ്മൾ ചെയ്യാന്ന് പറയുമ്പം തട്ടിക്കൂട്ട് ഒരു സ്റ്റുഡിയോ ചെയ്ത് കഴിഞ്ഞാൽ അയാൾക്ക് ആ ഒരു ഫീൽ ഉണ്ടാകത്തില്ല. അതിനാണ് നമ്മളിപ്പോൾ ഇതുണ്ട്, ഇതിൻ്റെ ഫ്രണ്ടൊക്കെ കണ്ടോ നമ്മൾ ചെയ്തേക്കുന്ന ഇതുണ്ടോ. അതുപോലെ ഇതിൻ്റെ മുകളിലായിട്ട് കണ്ടോ ഒരു ലൈറ്റൊക്കെ ഇട്ട് ഒരു പ്രത്യേക, ഇതിനകത്ത് കയറി വരുമ്പോൾ ഒരു പ്രത്യേക ഒരു 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 നമുക്കൊരു മൈൻഡ് ഭയങ്കര റിലാക്സ് ആയിട്ട് തോന്നും. ഇതിപ്പോൾ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് ഇതിൻ്റെ വാതിലൊക്കെ അവർ കാർപ്പൻറ്റേഴ്സ് റെഡിയാക്കി ഇവിടെ വെച്ചേക്കാണ്. പിന്നെ ഇതുണ്ട്, ഇത് വോയിസ് റൂമാണ്. ഇത് വോയിസ് റൂമിനകത്തേക്ക്, ഇതാണ് വോയിസ് റൂം. അത് AC കാര്യങ്ങളൊക്കെ ഫിറ്റ് ചെയ്യണം, അതൊക്കെ ചെയ്തിട്ടുണ്ട്. പിന്നെ ഒരു ലൈറ്റ്. അപ്പം ഇത് പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇങ്ങനെയാണ് ഒരു സ്റ്റുഡിയോയുടെ. ഇതിപ്പം ഇവിടെ ഒരു AC ഫിറ്റ് ചെയ്യണം. പിന്നെ അതിൻ്റെ മുകളിൽ കണ്ടത് ബോർഡർ പോലെ പോകാൻ വേണ്ടി, ബോർഡർ റെഡിയാക്കാൻ വേണ്ടി അതിൻ്റെ ഇതെടുത്തിട്ടേക്കാണ്. ഇങ്ങനെ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതുണ്ട്, ഇപ്പോൾ മേലെ വെക്കാനുള്ള ആ സാധനങ്ങളാണ് ഇവിടെ ഉണ്ടാക്കിയിട്ടേക്കുന്നത്. ഇതിപ്പോൾ ഉടനെ ഞങ്ങൾ ഫിക്സ് ചെയ്യും. പിന്നെ ഇവിടെ ഈ സാധനം ഇത്രയും ഭാഗം എന്താണ് ഇങ്ങനെ ഇട്ടേക്കുന്നതെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ നടുക്കായിട്ട് ഒരു നമ്മുടെ ഇതിൻ്റെ ഒരു ലോഗോ വരും. അതിനുശേഷം ഇത് ഫിനിഷ് ചെയ്യും. ഇതുണ്ടോ, ഇതാണ് ഇവിടെ ഇതിൻ്റെ ഈ സാധനത്തിൻ്റെ പേര് ഗ്രിപ്പർ എന്നാണ് കേട്ടോ. ഈ ഗ്രിപ്പറിലാണ് ഈ തുണി ഞങ്ങൾ ഇത് നിർത്തിയേക്കുന്നത്. ഇതുണ്ട്, ഈ ഗ്രിപ്പർ അത്ര ഇതാണ്. അപ്പോൾ ഈ ജോയിൻ്റൊക്കെ ദൂരെ നോക്കി കഴിഞ്ഞാൽ അറിയത്തേ ഇല്ല, ഒരു ചുളുക്കമെന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ടാകുകയില്ല. അത് ഈ പിസ്സ കട്ടറാണ് അതിന് കൂടുതലും നമ്മൾ ഇതിന് ഉപയോഗിക്കാറ്. അപ്പോൾ ഇതിന് മുകളിലായിട്ട് എല്ലാം തുണിയാണ് ചെയ്തത്. പക്ഷേ അതിൻ്റെയൊക്കെ കണ്ടോ എന്താ ഒരു ചുളുക്കം പോലും ഇല്ല, നല്ല ടൈറ്റായിട്ട് നിൽക്കും. അപ്പോൾ ഇതിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുന്നതാണ് ഞാൻ നിങ്ങളെ കാണിക്കുന്നത്. അപ്പോൾ ഇനിയും കുറേ പരിപാടികളുണ്ട്. അപ്പോൾ ഇതാണ്, ഒന്നുമില്ല, ഈ സാധനം ഒട്ടിക്കുക, അതിനുശേഷം നമ്മൾ റോക്കോൾ വെക്കുക, അതിനുശേഷം നമ്മൾ സ്പോഞ്ച് വെക്കുക, അതിനുശേഷം നമ്മൾ ഈ കാർഡ്ബോർഡ് അടിക്കുക, അതിനുശേഷം നമ്മൾ ഈ തുണി ടൈറ്റ് ചെയ്യുക. അപ്പോൾ ഇതാണ് ഒരു സ്റ്റുഡിയോ, ഒരു വോയിസ് സ്റ്റുഡിയോ, അതായത് ഒരു ഡബ്ബിംഗ് സ്റ്റുഡിയോ അല്ലെങ്കിൽ ഒരു റെക്കോർഡിംഗ് സ്റ്റുഡിയോയെ കുറിച്ചുള്ള ചില വിവരങ്ങൾ. ഇത് കണ്ടല്ലേ. சார் ஸ்டார்ட் பண்ணிக்கலாமா? பண்ணலாம்ண்ணா. எப்படி இருக்கு ஸ்டுடியோ? சூப்பராக இருக்குது, சூப்பராக ரெடி பண்ணியிருக்காங்க. ஆமாம், நம்ம டீம் தான். எப்படி இருக்குது? நல்ல சூப்பராக இருக்குது. ஓகே, டப்பிங் மேன். ஓகே ஓகே. எனக்கு பிடிக்கும், உன்னை ரொம்ப பிடிக்கும். பிடிக்கும், ഉണ്മയാ ഉന്നെ ரொம்ப பிடிக்கும். ആ ഡബ് ചെയ്യുന്ന റൂമിനകത്തൊരു മൈക്ക്, ഒരു TV, പിന്നെ ഒരു ഹെഡ്ഫോൺ. ഹെഡ്ഫോൺ എന്തിനാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇവിടെ നിന്ന് പറയുന്ന ടോക്ക് ബാക്ക്, പിന്നെ പൈലറ്റ്, നമ്മൾ കൊടുക്കുന്ന ഓഡിയോയുടെ പൈലറ്റ് കേൾക്കണം. പിന്നെ അകത്ത് TV വെച്ചേക്കുന്നത്, TV വിഷ്വൽസ് വരുമ്പോൾ നമ്മളത് നോക്കിയിട്ടാണ് ആ ലിപ്പിനനുസരിച്ചാണ് നമ്മൾ ഡബ് ചെയ്യാറുള്ളത്. അപ്പോൾ അതാണൊരു റെക്കോർഡിംഗ് സ്റ്റുഡിയോയെക്കുറിച്ചുള്ളൊരു വിവരണം. ഞാൻ ഇത്ര വർഷമായിട്ട്, എത്രയോ വർഷങ്ങളായിട്ട് ഡബ് ചെയ്യുന്ന ഒരാളാണ്, അല്ലെങ്കിൽ പാട്ടുകൾ പാടുന്ന ഒരാളാണ്.
പക്ഷേ ഇതുവരെ ഞാൻ ഇങ്ങനെ ഒരു ഡീറ്റെയിൽസ് ആയിട്ട് ഒരു വീഡിയോ ഇതുവരെ ഞാൻ ചെയ്തിട്ടില്ല. കാരണം സ്റ്റുഡിയോയെക്കുറിച്ച് അങ്ങനെ ഒരു പ്രത്യേകിച്ച് ഒരു പക്ഷേ ചില വീഡിയോകൾ ഞാൻ ചെയ്തിട്ടുള്ളത് സ്റ്റുഡിയോയിൽ ഇരിക്കുന്നതോ അല്ലെങ്കിൽ ഒരു പാട്ടെടുക്കുന്നതോ അല്ലെങ്കിൽ ഒരു അങ്ങനെയുള്ളൊരു ഇത്രയും വിവരിച്ചുള്ളൊരു വിഷ്വൽ ഇതുവരെ ഞാൻ ചെയ്തിട്ടില്ല. ഇത് ആദ്യമായിട്ടാണ്. பேசுங்க. காலையில கூப்பிட்ட பொண்ணு தானே நீ? കുട്ടിയാ ഞാൻ ഇത് തള്ളയാടാ. அம்மாண்ணா. ஓ அம்மாவா? அம்மாவா? டேக். ஆ. തള്ളയാടാ. ஓ, அம்மாவா? എന്താ കാര്യം? അല്ല നിനക്ക് എന്നാ വിഷയം? என்ன விஷயம்? ആ. அம்மாவா? എന്താ കാര്യം? என்ன விஷயம்? അല്ല നിനക്ക് സമരം ചെയ്യാനേ சார் அது கொஞ்சம் சிங்கு ஆ. இடிக்குது. ஆ. ஒன்ஸ் மோர் போலாம். ஆ. அந்த டயலாக் ஓகே சார். ஆ. செகண்ட் டயலாக் ஆ. என்ன விஷயம்? என்ன விஷயம்? ஆ. ரெடி. ஓகே பக்கா பார்க்கலாம். செக் பண்ணலாம். தான் கூப்பிட்டியா? நான் தூங்க போறேன். அது அது நம்ம ஒண்ணா போயிடலாம். அந்த சிங்கு கொஞ்சம் பாருங்க. புரியல. நீங்க சிங்கு கொஞ்சம் பாருங்க. ആ. ആ. ഇത് പറയാനാണോ വിളിച്ചത്? ഞാൻ കിടന്ന് ഉറങ്ങാൻ പോവാ. ആ. ടേക്ക് ഫോർ. ഇത് പറയാനാ വിളിച്ചത്. ഞാൻ കിടന്ന് ഉറങ്ങാൻ പോവാ. ആ. അത് ആ ഒരു മീറ്ററില് ஆ. இது சொல்றது இது சொல்றதுக்கு தான் என்ன கூப்பிட்டியா? நான் தூங்க போறேன். ரெடி. ஆ. കഴിച്ചോ? அம்மா இது உண்ணாவிரதம் தானே? അല്ല സമരം ഇന്നെങ്ങാനും തീരുവോ? നീ വരുമെന്ന് ബൈ. பாய் அண்ணா. ബൈ. ക്ലോസ് ചെയ്തു.